അവധിക്ക് നാട്ടിലായിരുന്ന മലയാളി കുടുംബം കുവൈറ്റിൽ തിരിച്ചെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് തീപിടുത്തത്തിൽ ദാരുണ മരണം സംഭവിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് തിരുവല്ല സ്വദേശി മാത്യു മുളയ്ക്കലും കുടുംബവും അവധി കഴിഞ്ഞ് കുവൈറ്റിൽ തിരിച്ചെത്തിയത്. ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അബ്ബാസിയയിലെ അൽ ജലീബ് മേഖലയിലാണ് അപകടമുണ്ടായത്. തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു മുളയ്ക്കൽ, ഭാര്യ ലിനി എബ്രഹാം, ഇവരുടെ മക്കൾ ഐസക്, ഐറിൻ എന്നിവരാണ് മരിച്ചത്. എല്ലാവരും ഉറങ്ങാൻ കിടന്നതിന് പിന്നാലെയാണ് ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായ ഉടനെ അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എസിയിൽ നിന്നും തീ പടർന്നതോ എസിയിൽ നിന്നുള്ള പുക ശ്വസിച്ചതോ ആകാം മരണകാരണമെന്നാണ് സംശയം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. നാടും നാട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന, എല്ലാ വിശേഷാവസരങ്ങളിലും നാട്ടിലെത്തുന്ന മാത്യുവിന്റെയും കുടുംബത്തിന്റെയും മരണം ഒരു നാടിനെയാകെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. 2 വർഷം മുൻപാണ് പഴയ വീടിന്റെ സ്ഥാനത്ത് സ്വപ്ന ഭവനം പണിതത്. ഈ വീട്ടിൽ ഇപ്പോൾ മാത്യുവിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. വിവരമറിഞ്ഞ് ബന്ധുക്കളും എത്തി. അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് നാളെ രാവിലെ അറിയൂ. ചുട്ടുപൊള്ളുന്ന ചൂടായതിനാൽ കുവൈറ്റിൽ തീപിടുത്ത മുന്നറിയിപ്പ് അധികൃതർ നിരന്തരം നൽകുന്നുണ്ട്. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. വീടുകളിലും വാഹനങ്ങളിലും തീപിടുത്തം തടയാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് അഗ്നിശമന സേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി കണക്ഷനുകളും എക്സ്റ്റൻഷനുകളും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഗ്യാസ് സിലിണ്ടറുകളും ഓഫ് ചെയ്യുക. ഉച്ചസമയത്ത് വാഹന ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.